പിന്നെ ഈ ഒരു വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് 3 സർട്ടിഫിക്കറ്റ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. പ്രൊവിഷന്, കൺസോളിഡേറ്റഡ്, പിന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് PG ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഓക്കെ, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ 3 നമുക്ക് റിക്വസ്റ്റ് എങ്ങനെ ചെയ്യൽ എന്നുള്ളതാണ് ജസ്റ്റ് ഇതിൽ കാണിക്കുന്നത്. ഇത് റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മൂക്കോസ്, അതായത് നോൺ KTയിലുള്ള നമ്മൾ 2 മൂക്കോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് പറയുന്നത് അപ്രൂവ്ഡ് ബൈ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഇത് എത്തണം. അത് എന്നാണ് എത്തിയതെന്നുള്ള ഡേറ്റ് നമുക്കിവിടെ കാണാം. ജസ്റ്റ് എന്നും ഓരോ ദിവസം ഈവനിങ്ങിനും മോർണിംഗിലും ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി നോക്കുക. അപ്പോൾ അപ്രൂവ്ഡ് ആയിക്കണോ നോക്കുക. പെട്ടെന്ന് ചെയ്യണം, അതാണ് കുറച്ചുകൂടി നല്ലത് സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യണത്. അങ്ങനെ ഈ ഡേറ്റ് ഇവിടെ കാണിക്കും. ചിലപ്പം അന്ന് കയറി അന്ന് തന്നെ അപ്പം തന്നെ ആ ഡേറ്റ് തന്നെയാണ് അപ്രൂവ് ആയിരുന്നുണ്ടെങ്കിൽ ചിലപ്പം മൈ സർട്ടിഫിക്കറ്റ് പോയാൽ നമുക്ക് ചിലപ്പോൾ റിക്വസ്റ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ അപ്പം തന്നെ വന്നിട്ടുണ്ടാവില്ല. ഇതാണ് റിക്വസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ് എന്നുള്ള. ഇതേപോലെ തന്നെ കാരണം ഈ കൺസോളിഡേറ്റിൻ്റെ താഴെ ഉണ്ടാവുക, പ്രൊവിഷൻ്റെ താഴെ ഉണ്ടാവുക. ഇത് ഞാൻ ട്രൈ ചെയ്തിരുന്നു, പേ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ ഒരു ഇഷ്യൂ വന്നു. അത് ബ്രൗസർ ജസ്റ്റ് ക്രോം യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് ക്രോം അല്ലാതെ ഞാൻ ബ്രാവാണ് യൂസ് ചെയ്തിരുന്നത്, ഈ ഒരു ബ്രൗസർ. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നു. അതായത് പേ ചെയ്യാനുള്ളൊരു ഇത് അപ്പുറത്തേക്ക് പോകണില്ല, പേ ചെയ്യുന്ന ഒരു ഫേസിൻ്റെ അപ്പുറത്തോട്ട് പോകണില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത്, ഇപ്പോൾ പേയ്മെൻറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രോം വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൊവിഷനും അതേപോലെ തന്നെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, 3 സർട്ടിഫിക്കറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ പ്രൊവിഷനും കൺസോളിഡേറ്റഡും ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതും എമൗണ്ടും സെയിം ആണ്. രണ്ടും ഒരേപോലെ തന്നെയാണ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത്. ഞാൻ കാണിക്കാം. ഇതിലിപ്പോൾ എമൗണ്ട് വരുന്നത് 210 അത് പേ ചെയ്യുന്ന ടൈമിൽ ഇത് കൊടുത്താൽ നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തതെന്നുള്ള കാര്യങ്ങൾ, എന്താ കൊടുക്കേണ്ടതെന്നുള്ള കാണിക്കാൻ പറ്റും. പക്ഷേ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഏകദേശം പിൻകോഡ് വരെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവിഷനും അതേപോലെ തന്നെ കൺസോളിഡേറ്റിലുള്ള സെയിം ഡാറ്റാസ് തന്നെയാണ്, സെയിം കണ്ടൻറ്റാണ് കൊടുക്കാനുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ അതിന് താഴത്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ഓൾഡ് ഫോട്ടോക്കാരും കാണിക്കുന്നുണ്ടാവുക. നമുക്ക് ആ ചേഞ്ച് ഫോട്ടോൻ്റെ ആ ഭാഗത്ത് നമുക്ക് ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോന് ജസ്റ്റ് ഒരു ഇതുണ്ട്, കൺസ്ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമാറ്റിലാവണമെന്നുണ്ട്. അതായത് ഫോർമാറ്റ് എന്ന് പറയുന്നത് JPG ആവണം, ഫയൽ സൈസ് 30 KB, അങ്ങനത്തെ രീതിയിൽ. ഡയമെൻഷൻ പറഞ്ഞത് ഈ ഒരു പിക്സൽ സൈസ്, വിഡ്ത്ത്, ഹൈറ്റ് ഈ ഒരു ഇതിലാവണം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഒരു ഫോട്ടോ ഈ ഒരു ഫോർമാറ്റും അതേപോലെ തന്നെ സൈസും ഡയമെൻഷനിലോട്ടും ആക്കൽ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടാവും, അപ്ലോഡ് ചെയ്യും. ഇത് ഈ ഒരു സൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരു ഫോട്ടോഷോപ്പിൻ്റെ അതേ സെയിം ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരിതാണ്. അപ്പോൾ ഈ KTUവിൻ്റെ ഇതിൽ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്രോം യൂസ് ചെയ്യണ കാരണം അതുകൊണ്ട് അത് കുറച്ച് അധികം എറേഴ്സൊക്കെ ഒഴിവാക്കും. അപ്പോൾ ഞാനിതുവരെ ട്രൈ ചെയ്തത് ബ്രാവ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിലൊന്നും പേ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലോട്ട് എടുത്തത്. അങ്ങനെ ഈ ഫോട്ടോസിൻ്റെ കാര്യം നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ഈ ഡയമെൻഷനിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. അതെങ്ങനെ ചെയ്യലെന്നുള്ളത് വീഡിയോ താഴത്തുണ്ടാവും, വേറെ ഫയലിലേക്ക് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഡിക്ലറേഷൻ കൊടുക്കാനുണ്ടാവും. ഈ ഡിക്ലറേഷൻ പറഞ്ഞൊരു ഫോം നമുക്ക് കൺസോളിഡേറ്റിലും അതേപോലെ തന്നെ പ്രൊവിഷനിലും ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ പേര്, പാരൻറ്റിൻ്റെ നെയിം, പാരൻറ്റിൻ്റെ ഏജ്, അതേപോലെ തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ്, അത് നമ്മുടെ സാധാരണ നോർമൽ അഡ്രസ്സാണ് കൊടുക്കുക. പിന്നെ പ്രോസസ് പ്രയോറിറ്റി എന്നുള്ള ആ കാര്യം, അതായത് എത്ര ദിവസത്തിൻ്റെ ഇതിലാണ്, എത്ര ഡിസ്പാച്ചിൽ, എത്ര വർക്കിംഗ് ഡേയ്സിലാണ് നമ്മൾ കയ്യിൽ ആ സാധനം എത്തേണ്ടത്, അതായത് സർട്ടിഫിക്കറ്റ് എത്തേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന്, അതായത് ഈ റിക്വസ്റ്റ് ബട്ടൺ എപ്പോഴാണോ വന്നത് അപ്പം തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ ലേറ്റായിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും കമ്പനി കയറിയിട്ട് കമ്പനി കയറില്ല, ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇതായിട്ട് സെറ്റായാൽ ചിലപ്പോൾ അപ്പം തന്നെ ഒരു 5 ദിവസത്തിനുള്ളിൽ നമുക്ക് കമ്പനിയിൽ ഇതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്പാച്ച് വിത്തിൻ 3 days കൊടുക്കാം. പക്ഷേ അതിന് എമൗണ്ട് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ ഇതേ കാര്യം ബെറ്റർ. ഇന്നിപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് വന്ന അപ്പം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബെറ്റർ. 525 ഉള്ളൂ.
അപ്പോൾ അത് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 10 ദിവസത്തിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിന് മാത്രമാണ് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് മാത്രമാണ് ആ ഒരു വ്യത്യാസമുള്ളത്. ഇനി ഞാൻ പ്രൊവിഷനും ആ കാര്യങ്ങളും കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഈ റിക്വസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും എററാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗ്രീവൻസ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയാൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ ഗ്രീവൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടൈപ്പ് കൊടുക്കാനുണ്ടാവും, കാറ്റഗറി, സബ്ജക്റ്റ്, ഡീറ്റെയിൽസ്. ഈ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്രീവൻസിൻ്റെ ആ ഒരു എറർ കോഡ് വന്നുകൊണ്ട്. അപ്പോൾ ഞാൻ അത് കാണിക്കാം. ഈ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ജസ്റ്റ് സേവ് സബ്മിറ്റ് കൊടുത്താൽ മതി. ഞാൻ കൊടുത്ത ഗ്രീവൻസ് ഇതാണ്. ഇതിൽ സബ്ജക്റ്റ് സബ്ജക്റ്റ് കൊടുക്കുക, ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ കൊടുത്താൽ മതി. ടിക്കറ്റ് ടൈപ്പ്, ഇഷ്യൂ, അതുപോലെ തന്നെ കാറ്റഗറി, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പം നമുക്കത് വരും. 2-3 ദിവസമല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വന്നിട്ടുണ്ടോ. റിക്വസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എറർ പോയിട്ടുണ്ടോ നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ആദ്യം പ്രൊവിഷൻ കാണിച്ചു തരാം. പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ഇതേപോലെ തന്നെ ഒരു ബട്ടൺ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലോട്ട് തന്നെയാണ് പോവുക. ഈ ഒരു ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക് തന്നെ ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിൽ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അത് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ, ഇമെയിൽ, നമ്മളുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങൾ കൊടുക്കുക. ഈ പ്രൊവിഷനും കൺസോളിഡേറ്റഡും നമ്മുടെ വീട്ടിലോട്ടെത്തും. ഒറിജിനൽ ഡോക്യുമെൻറ്റ് നമ്മൾ വീട്ടിലോട്ടെത്തും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് PDF ആ ടൈമിൽ തന്നെ, അതായത് പ്രൊവിഷനും ഇതിൻ്റെയൊക്കെ PDF നമുക്ക് അപ്പം തന്നെ കിട്ടും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് അപ്പം തന്നെ സബ്മിറ്റ് ചെയ്യാം. അതായത് നമുക്ക് TC വാങ്ങാനും കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങാനൊക്കെ ആയിട്ട് പ്രൊവിഷനും പിന്നെ നോട്ട് ഡ്യൂസ് എന്നുള്ള ഇതിൻ്റെ കോപ്പീസാണ് വേണ്ടത്. അപ്പോൾ അത് രണ്ടും നമുക്ക് അപ്പം തന്നെ കിട്ടും. പക്ഷേ ഈ 3 കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്ത് വെക്കണേക്കാരും ബെറ്റർ. പ്രൊവിഷൻ ഉറപ്പായിട്ടും ചെയ്യണം. ഓക്കെ, ബാക്കി 2 കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യണേക്കാരും നല്ലത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് ഈ പ്രോസസ് പ്രയോറിറ്റി പറഞ്ഞാൽ നമ്മൾ ആകെ നോർമൽ ഡിസ്പാച്ച് മാത്രമേ ഉള്ളൂ, അത് കൊടുക്കുക. സാധാരണ അത്ര PDF നമുക്ക് കയ്യിൽ കിട്ടുന്നതുകൊണ്ടാണ് നോർമൽ ഡിസ്പാച്ച് മാത്രമേ ഇങ്ങോട്ട് കിടക്കുന്നത്. ഓക്കെ, 210 രൂപയാണ്. റിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഡീറ്റെയിൽസ്, നമ്മുടെ നെയിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എത്ര സർട്ടിഫിക്കറ്റ് ഫീ എത്രയാണ് കാണിക്കും, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കാണിക്കും. അതിൻ്റെ താഴെ ഡിക്ലറേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ രണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് ടേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലോട്ട് വരും. ഇതിലിപ്പോൾ വരുന്നത് ആകെ ഫെഡറലും അതേപോലെ തന്നെ HDFC ഇങ്ങനത്തെ 2 ബാങ്കിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഫെഡറലാണെങ്കിൽ ഫെഡറൽ അതിൻ്റെ ഏതാണ് കാർഡ് ഉള്ളത് അതിനനുസരിച്ചിട്ട് കൊടുക്കുക. ഈ കാർഡ് പറഞ്ഞ് നമ്മൾ ഫെഡറലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് മറ്റേ PayTM അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെഡറൽ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊടുത്താൽ ഒരു കോഡ് ഉണ്ടാവും, അതിൻ്റെ ഒരു UID ID പറഞ്ഞിട്ടുള്ള. അപ്പോൾ ക്രോമിൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പേജ് വന്നത്, അല്ലെങ്കിൽ ബ്രാവിൽ ചെയ്തപ്പോൾ വേറൊരു ഇഷ്യൂ ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഇത് കൊടുത്താൽ ഇങ്ങനത്തെ ഒരു ഇത് വരും. നമ്മൾ പേര് കാണിക്കും, ഇവിടുന്ന് ബാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ പേര് കാണിക്കും. അതേപോലെ തന്നെ നോർമൽ ഏത് ടൈപ്പ് ഓഫ് ഡിസ്പാച്ച് ആണെന്നുള്ളത് കാണിക്കും. അതേപോലെ തന്നെ മേക്ക് പേയ്മെൻറ്റ് ഫോർ നോർമൽ ഡിസ്പാച്ച്, അങ്ങനെ എത്ര എമൗണ്ട് എന്ന് കാണിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. റീഫണ്ട് പോളിസി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പേ എന്നുള്ള ഇത് ടിക്ക് ചെയ്തിട്ട് പേ എന്നുള്ളൊരു ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ്, അതായത് ഫെഡ്നെറ്റ് ഒരു ഫെഡറൽ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്, ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡാണെന്ന് തോന്നുന്നു. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. പിന്നെ അതർ നെറ്റ് ബാങ്കിങ് അങ്ങനെ വലിയായിട്ടില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് UPI ആണ്. UPI പറഞ്ഞാൽ നമുക്ക് സാധാരണ PayTM ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫെഡറൽ അക്കൗണ്ടോ ഏത് അക്കൗണ്ട് ആണെങ്കിലും ഫെഡറൽ അക്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫെഡറൽ അക്കൗണ്ടിൻ്റെ UPI ID അല്ല, ഫെഡറൽ അക്കൗണ്ടിൻ്റെ UPI ID തോന്നുന്നത് പറ്റുള്ളൂ തോന്നുന്നത്. ഇതിലിപ്പോൾ ഓക്കെ, UPI ID പറഞ്ഞ് നമ്മൾ സാധാരണ നമ്മുടെ പ്രൊഫൈലിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. പ്രൊഫൈലിൽ ഉണ്ടാവും UPI ID എന്നുള്ള പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും.
സാധാരണ ഉണ്ടാവില്ല. എങ്ങനെ വെച്ചാൽ നമ്മളെ പേര് പിന്നെ ഒരു അറ്റ് പറഞ്ഞിട്ട് ഒരു പേ ടി എം ആണെങ്കിൽ പേ ടി എം എന്നുണ്ടാവും, അങ്ങനത്തെ രീതിയിലുണ്ടാവുക. എൻ്റേത് ഏകദേശം ആ ഒരു ടൈപ്പിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇതേപോലെ ഇതാണ് പിന്നെ യു പി ഐ ഡി വരുന്നത്. ഞാൻ പേ ടി എം യൂസ് ചെയ്തിട്ടാണ് പേ ചെയ്യാറുള്ളത് സാധാരണ. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിലൊരു നോട്ടിഫിക്കേഷൻ വരും. അവിടെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ഒരു സ്കാനർ ചെയ്തിട്ട്, അതായത് സ്കാൻ ചെയ്ത് പേ ചെയ്യണ മാതിരി നമുക്ക് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 210 എന്ന് പറഞ്ഞിട്ടുള്ളത് കാണിക്കും. അതിൽ നമുക്ക് ഏത് ബാങ്കിൽ നിന്നാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അത് 2 അക്കൗണ്ടാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒന്നാണ് ഫെഡറൽ. അപ്പോൾ ഫെഡറൽ തന്നെ ചൂസ് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ വർക്ക് ആവത്തില്ല. ഓക്കെ, ഫെഡറൽ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ട് പേയ്മെൻറ്റ് സക്സസ് ആയാൽ പേയ്മെൻറ്റ് എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് ആ ടൈമിലാണ് ഈ കണ്ടിന്യൂ ബട്ടൺ കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടിന്യൂ കൊടുത്താൽ യുവർ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം കാണിക്കും. നമുക്ക് പ്രിൻ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമ്മളത് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ട് എന്നുള്ള ഒരു KTൻ്റെ ഒരു അവർ സൈൻ ചെയ്തിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്തിട്ടുള്ള ഒരു PDF ആയിരിക്കും. ജസ്റ്റ് എന്നിട്ട് ഈ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇതാണ് പ്രൊവിഷന് ചെയ്യാനുള്ള മെത്തേഡ്. ഇതേമാതിരി തന്നെയാണ് കൺസോളിഡേറ്ററും ചെയ്യേണ്ടത്. ഇനി കൺസോളിഡേറ്റ് ചെയ്ത് കാണിക്കാം. അതിന് സ്റ്റുഡൻറ്റിൻ്റെ സെക്ഷനിൽ പോവുക. അതിൽ ലോഡിങ് മൈ സർട്ടിഫിക്കറ്റ്സ് ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നേരത്തെ ഇതേമാതിരിക്കുള്ളത് ഇപ്പോൾ ഫീ പെയ്ഡ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് സബ്മിഷന് ഇന്നത്തെ ഡേറ്റ് കാണിക്കുന്നുണ്ട്, റിക്വസ്റ്റ് നമ്പർ കാണിക്കുന്നുണ്ട്, ഫീ എത്രയാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. വ്യൂ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ചുള്ള വ്യൂ ഡീറ്റെയിൽസ് അതിൻ്റെ കാര്യങ്ങൾ കാണാം. ജനറേറ്റ് സർട്ടിഫിക്കറ്റ്, ഓക്കെ, ജനറേറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ്, ഓക്കെ. അപ്പോൾ ഈ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇതേമാതിരിക്ക് ജനറേറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. അതിൽ പോയിട്ട് ജനറേറ്റ് സർട്ടിഫിക്കറ്റ്സ് നൗ എന്നുള്ള ഒരു ഓപ്ഷനിൽ യെസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് പ്രൊവിഷൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അതെങ്ങനെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഓക്കെ, എന്താ ഇവിടെ ഓക്കെ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം. ഇത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷന് അതാ ഇവിടെ ഉണ്ട് തോന്നുന്നത്. ഇത് നമ്മളുടെ തന്നെയാണോ ഷോ ചെയ്യണതെന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഉണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കാണാനുള്ളതാണ് ഇത്. ഇതിൻ്റെ താഴത്തോട്ട് പോയാലാണ് ഈ ഒരു കാര്യം ഉള്ളത്. അപ്പോൾ ഇവിടെ ഡിക്ലെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ലോഡായി ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ആവും. അപ്പോൾ ആ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് നമ്മളെ പ്രൊവിഷൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് പേ ചെയ്താൽ മാത്രം മതി. പേ ചെയ്യണത് ഏകദേശം പേ ചെയ്യണത് എപ്പോഴാണോ ആ ടൈമിൽ നമുക്ക് കിട്ടും സാധനം. ഇനി അടുത്തത് ചെയ്യാൻ പോണത് നമ്മളുടെ കൺസോളിഡേറ്റർ ആണ്. ഇതേമാതിരി റിക്വസ്റ്റ് കൊടുക്കുക. റിക്വസ്റ്റിൽ ഈ മൊബൈൽ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പ്രൊവിഷൻ കൊടുത്താൽ അതേപോലെ തന്നെയാണ് കൊടുക്കുക. അതിൽ ഇവിടെ നോർമൽ ഡിസ്പാച്ച് തന്നെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് കൊടുക്കുക. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ജസ്റ്റ് കൺഫർമേഷൻ ആയിക്കൊണ്ടുള്ള ബേസിക് ഡീറ്റെയിൽസും കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുക. 210 എമൗണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഈ 2 ഇതും ക്ലിക്ക് ചെയ്യുക. അത് ഡിക്ലറേഷനിൽ 2 ഇത് ടിക്ക് ചെയ്യുക. സെയിം തന്നെ പ്രൊവിഷൻ്റെ അതേ സെയിം തന്നെയാണ് മെത്തേഡ് തന്നെ വരുന്നത്.
ചെയ്യുമ്പോൾ, അതായത് ഈ പേയ്മെൻറ്റ് ചെയ്യാണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ക്രോം യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ക്രോമിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിക്കൊണ്ട് വർക്ക് ചെയ്യണത്. ഇത് സെയിം ആ ഇത് തന്നെയാണ്. പേ ചെയ്യാം. UPI എന്നുള്ളിടത്ത് UPI ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ UPI കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ മൊബൈലിലൊരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ സാധാരണ നമ്മൾ പേ ചെയ്യണ മാതിരി ഫെഡറൽ ബാങ്കിൽ നിന്ന് തന്നെ പേ ചെയ്യണം, അല്ലെങ്കിൽ വർക്കാവില്ല തോന്നുന്നു. ഓക്കെ, പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയാൽ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണും യുവർ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. റെഫറൻസ് ID അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞത് കൊടുക്കുക. ഡൗൺലോഡ് ആയിക്കോളും. എന്നിട്ട് ഗോ ബാക്ക് ടു ഹോം അല്ലെങ്കിൽ ഗോ ടു ഹോം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടുമെന്നാണ് തോന്നുന്നത്, മറ്റേ പ്രൊവിഷൻ കിട്ടിയ മാതിരി. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് നോക്കി ചെക്ക് ചെയ്ത് നോക്കാം. പേയ്മെൻറ്റ് ഓക്കെയാണ് കാണിക്കുന്നത്. റിക്വസ്റ്റ് നമ്പർ സെയിം ഇതിൻ്റെ അതേപോലെ തന്നെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് ഡീറ്റെയിൽസിൽ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഏറ്റവും താഴെ ജനറേറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൺഫർമേഷനിൽ യെസ് കൊടുക്കുക. ജനറേറ്റ് ചെയ്തെന്നുള്ളൊരു ഇത് വരും. ഓട്ടോമാറ്റിക് ആണ്ട് ലോഡ് ആയിക്കൊണ്ട് വരുന്നോളും. ക്ലോസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ കുറച്ച് നേരം പിടിക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് സ്പോട്ട് പോകട്ടോ. ലോഡിങ്ങിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. നെറ്റിൻ്റെ ഇതൊന്ന് നോക്കണം. നെറ്റ് ചെറുതായിട്ട് സ്ലോ ആണ്. മൊബൈൽ ഡാറ്റയാണ് യൂസ് ചെയ്യണത്, അതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി വ്യൂ കൊടുത്താലും മതി. ഓക്കെ, നമ്മളിങ്ങനെ നെറ്റിൻ്റെ ഒരു ഇതാണ്, നെറ്റിൻ്റെ ഒരു സ്ലോ ആയതുകൊണ്ടാണ് പെട്ടെന്ന് വരാത്തത്. അപ്പോൾ കൺസോളിഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രേഡ് അങ്ങനത്തെ ഒരു പേരിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ പേരാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളുടെ രജിസ്റ്റർ നമ്പർ, ഇത് രണ്ടും കറക്റ്റ് ആണോ നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ സാധാരണ ഉള്ള പോലെ ഉണ്ടാവും. ഈ ഇവിടെ മറ്റേ വീല് അതായത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ ഇതാണ് സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ പറ്റുക. ജസ്റ്റ് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നേരെ ഈ ഒരു ബാർ താഴത്തോട്ടിട്ടാൽ ഡിക്ലെയർ എന്നുള്ള, അതായത് ഇത് എൻ്റെതാണെന്നുള്ള ഒരു അക്നോളജ്മെൻ്റ് ആണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഡിക്ലെയർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒന്ന് ലോഡാവും. ലോഡായിട്ട് നമുക്ക് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്താൽ നമുക്ക് അതിൻ്റെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാണേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് സെമ്മ്, സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ്, ഫോർത്ത് സെമ്മ്, എൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, STP അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് ഗ്രേഡ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. നമുക്ക് ഇവിടെയാണ് CGPA കാര്യങ്ങളൊക്കെ കാണിക്കുക, നമ്മുടെ കാര്യം. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ അവിടെ തന്നെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക്
ഓൺ സ്പോട്ടിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും അത്. നമ്മൾ ഇനി മൈ സർട്ടിഫിക്കറ്റിൽ വന്നാൽ ഈ ഒരു 2 സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോ കണ്ട് ചെയ്യാം. കാരണം ഇപ്പോൾ ചാർജിനൊരു ഇഷ്യൂ ഉണ്ട്, ഇവിടെ കറണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അടുത്ത ഇതിലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ പറ്റുകയാണെങ്കിൽ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം.